നിൽക്കൂ, ഒരു നിമിഷം അവിടെ തന്നെ നിൽക്കൂ. നിങ്ങളിപ്പോൾ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഏതെങ്കിലും കടക്കാരന് ബില്ലടക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പണം നൽകാൻ പോവുകയാണെങ്കിലോ നിങ്ങളുടെ കൈകൾ അവിടെ തന്നെ നിർത്തുക. നിങ്ങളിപ്പോൾ ഈ ലോകത്തിന് നൽകാൻ പോകുന്ന ആ നോട്ടോ നാണയമോ ഡിജിറ്റൽ തുകയോ ഇപ്പോൾ കൈമാറരുത്. കുറഞ്ഞത് ഈ വീഡിയോയിലെ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിലും ആത്മാവിലും പതിയുന്നത് വരെയെങ്കിലും ആ പണം കൈമാറരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ ആഴത്തിലുള്ള രഹസ്യം അറിയാതെ നിങ്ങൾ ഇന്ന് ആ പണം ചെലവാക്കിയാൽ ആ പണം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ആ പണം മരിച്ചു, അതിൻ്റെ അസ്തിത്വം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്താൻ പോകുന്ന ആ മാന്ത്രിക സൂത്രം, ആ രഹസ്യ കോഡ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന അതേ 100ന്റെയോ 500ന്റെയോ നോട്ട് ഒരു വിശ്വസ്തനായ സൈനികനെ പോലെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും തന്നോടൊപ്പം 100 കണക്കിന് പുതിയ സുഹൃത്തുക്കളെയും കൂട്ടി നിങ്ങളുടെ പോക്കറ്റിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. നമസ്കാരം, സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഇതൊരു സാധാരണ വീഡിയോ അല്ല. വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് 7 ദിവസത്തെ ഒരു സവിശേഷമായ മണി ചാലഞ്ച് നൽകും. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. അതിനാൽ ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കരുത്. സാധാരണക്കാരുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആഴത്തിലുള്ള തലങ്ങൾ നാം തുറന്നു കാട്ടുന്ന പവിത്രമായ ഇടമാണിത്. ഇന്നത്തെ വിഷയം നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. പണം, സമ്പത്ത്, ഐശ്വര്യം. ഇതെല്ലാം എങ്ങനെ സമ്പാദിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ രാവും പകലും വിയർപ്പൊഴുക്കുന്നു, ബാങ്കിൽ നിക്ഷേപിക്കാനും നമുക്കറിയാം. എന്നാൽ വളരെ കൈപ്പേറിയൊരു സത്യം കേൾക്കൂ, നമ്മളിൽ 99% ആളുകൾക്കും പണം എങ്ങനെ ചെലവാക്കണമെന്നറിയില്ല. അതെ, ചെലവാക്കുക എന്നത് വെറുമൊരു ഗതികേടല്ല, അതൊരു കലയാണ്. വളരെ ആഴത്തിലുള്ള ഒരു ക്വാണ്ടം സയൻസാണ്. ഈ ശാസ്ത്രം അറിയാത്തൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിച്ചാലും അവൻ്റെ ഖജനാവും ഭണ്ഡാരവും എപ്പോഴും ശൂന്യമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആർക്കെങ്കിലും പണം നൽകുമ്പോൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ പച്ചക്കറിക്കാരനോ പാലുകാരനോ അല്ലെങ്കിൽ മാസത്തെ വലിയ കറണ്ട് ബില്ലോ ആകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ചെറിയൊരു വേദന ഉണ്ടാകുന്നു. എന്തോ ഒരു ഭയം തോന്നുന്നു. എൻ്റെ പണം കുറയുന്നു, എൻ്റെ ബാങ്ക് ബാലൻസ് ഇടിയുന്നു എന്നൊരു അരക്ഷിതാവസ്ഥ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ എൻ്റെ സുഹൃത്തെ, നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. ഈ ചെറിയ വേദന, ഈ അജ്ഞാതമായ ഭയം, ഈ സങ്കോചം എന്നിവയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സമ്പന്നനാകുന്നതിൽ നിന്ന് തടയുന്ന ഏറ്റവും വലുതും ശക്തവുമായ മതിൽ. ആധുനിക ശാസ്ത്രമായ ന്യൂറോ സയൻസ് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്, ഒരു വ്യക്തി പണമെടുത്ത് മറ്റൊരാൾക്ക് നൽകുമ്പോൾ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവോ ശാരീരിക വേദനയോ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന തലച്ചോറിന്റെ അതേ ഭാഗം തന്നെയാണ് സജീവമാകുന്നത് എന്നാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇതിനെ പണം നൽകുന്നതിന്റെ വേദന എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ നിൽക്കും, ദീർഘമായ ശ്വാസമെടുത്ത് ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക. ആകർഷണ നിയമം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഓരോ നിമിഷവും എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. ഈ അനന്തമായ പ്രപഞ്ചത്തിന് ഭാഷകളൊന്നും മനസ്സിലാകില്ല. ഇത് നിങ്ങളുടെ വികാരങ്ങളുടെയും നിങ്ങളുടെ വൈബ്രേഷന്റെയും ഭാഷ മാത്രമേ മനസ്സിലാക്കൂ. പണം നൽകുമ്പോഴോ ബില്ലടക്കുമ്പോഴോ നിങ്ങൾക്കുള്ളിൽ വേദനയോ ഭയമോ തോന്നുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യവും ഇല്ലായ്മയുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് എന്താണ് സന്ദേശം നൽകുന്നത്? എനിക്ക് കുറവുണ്ട്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഉള്ളിൽ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് വിളിച്ചു പറയുകയാണ്.
ഒരു വലിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചം നിങ്ങളുടെ ഈ ഭയപ്പെടുത്തുന്ന വികാരത്തിൻ്റെ ആയിരക്കണക്കിന് പുതിയ പകർപ്പുകൾ എടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. ഫലം എന്താണ്? നിങ്ങളുടെ ചെലവുകൾ പെട്ടെന്ന് അനാവശ്യമായി വർദ്ധിക്കാൻ തുടങ്ങുന്നു. വരുമാന വഴികൾ അടയുന്നു. വാഹനങ്ങൾ കേടാകുന്നു. അനാവശ്യ ബില്ലുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നു. മുറുകെ പിടിച്ച് പണം സംരക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ, ഉണങ്ങിയ മണൽ പോലെ പണം അത്രയും വേഗത്തിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതി മാറുന്നു. പക്ഷെ എൻ്റെ സുഹൃത്തെ, ഇന്ന് ഈ ജേർണിച്ച പാറ്റേൺ നാം പൂർണ്ണമായും തകർക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറാൻ പോകുന്നു. പണം പോകുന്നതിലെ സങ്കടം മാറ്റി അതിനെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും വികാരമാക്കി മാറ്റണം. ഭയപ്പെടുന്നൊരു പിശുക്കന്റെ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ഭയമില്ലാത്തൊരു രാജാവിൻ്റെ മാനസികാവസ്ഥയിലേക്ക് നാം വരണം. ഖജനാവുള്ളവനല്ല രാജാവ്. ആ ഖജനാവ് ലോകത്ത് ചിലവാക്കാനും കറക്കാനും ചങ്കൂറ്റമുള്ളവനാണ് യഥാർത്ഥ രാജാവ്. കാരണം തൻ്റെ ഖജനാവ് അനന്തമാണെന്നും അത് തിരികെ നിറയ്ക്കാനുള്ള വഴികൾ എപ്പോഴും തുറന്നിട്ടുണ്ടെന്നും ഒരു രാജാവിനറിയാം. ജപ്പാനിലെ ഏറ്റവും ധനികരായ ആളുകൾ നൂറ്റാണ്ടുകളായി രഹസ്യമായി ഉപയോഗിച്ചു വരുന്ന ആ മാന്ത്രിക വിദ്യയുടെ സഹായം നാം ഇതിനായി തേടണം. പണം എന്നത് ജീവനില്ലാത്ത ഒരു കടലാസി കഷ്ണമല്ലെന്ന് നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കണം. പണം ജീവനുള്ള ഒരു ഊർജമാണ്. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു വൈബ്രേഷനുണ്ട്. പണത്തിനും അതിൻ്റെതായ ഒരു ഓർമ്മയുണ്ട്. തൻ്റെ ഉടമസ്ഥൻ തന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതിന് അനുഭവിക്കാൻ കഴിയും. വെള്ളം ഒരു കുഴിയിൽ ഒരിടത്ത് തന്നെ നിന്നാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം ചീഞ്ഞു പോകുന്നു, ദുർഗന്ധം വമിക്കുന്നു. എന്നാൽ നദിയിൽ നിരന്തരം ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധവും തെളിഞ്ഞതുമായിരിക്കും. പണവും അതുപോലെ ഒഴുകുന്ന വെള്ളം തന്നെയാണ്. ഇംഗ്ലീഷിൽ പണത്തെ കറൻസി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വാക്ക് കറന്റ് എന്നതിൽ നിന്നാണ് വന്നത്. കറന്റ് എന്നാൽ പ്രവാഹം അല്ലെങ്കിൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. അതിനാൽ പണം നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷത്തോടെ അതിനെ പോകാൻ അനുവദിക്കണം. പണം നൽകുമ്പോൾ നിങ്ങൾ പറയേണ്ട ആ രഹസ്യവാക്യം എന്താണ്? ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കും. ഇതൊരു സിദ്ധമന്ത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി പതിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊരു നോട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ വഴി QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ ആ പണത്തിന് യാത്രാമൊഴി നൽകുന്നതിന് തൊട്ട് മുൻപ് ഒരു നിമിഷം നിർത്തുക. ആ നോട്ടിനെയോ മൊബൈൽ സ്ക്രീനിനെയോ വളരെ സ്നേഹത്തോടെ നോക്കുക. എന്നിട്ട് മനസ്സിൽ മറ്റാരും കേൾക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെയും അചഞ്ചലമായ ഭക്തിയോടും കൂടി ഈ വാക്യം പറയുക. നന്ദി എൻ്റെ സുഹൃത്തെ. പോകൂ, ഈ ലോകത്തെ ഹൃദയം തുറന്ന് സേവിക്കൂ. നിന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരൂ. നന്ദി എൻ്റെ സുഹൃത്തെ. പോകൂ, ഈ ലോകത്തെ ഹൃദയം തുറന്ന് സേവിക്കൂ. നിന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരൂ. ഈ വാക്യം കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ വിശ്വസിക്കൂ, ഈ കുറച്ച് വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള ശാസ്ത്രം ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തമാണ്. നമുക്കിത് ഡീകോഡ് ചെയ്യാം. ആദ്യ വാക്ക് നന്ദി എന്നതാണ്. പണം ചിലവാക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ വയറിങ്ങിനെ നിങ്ങൾ മാറ്റുകയാണ്. നിങ്ങൾക്ക് ചിലവാക്കാൻ കപ്പാസിറ്റി ഉള്ളതിന് നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുകയാണ്. നിങ്ങൾ വാങ്ങുന്ന സാധാരണ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെന്നും നിങ്ങൾ ഉള്ളിൽ സമ്പന്നനാണെന്നും നിങ്ങൾ പ്രപഞ്ചത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ഭാഗം പോകൂ, ലോകത്തെ സേവിക്കൂ എന്നതാണ്. ഇത് നിങ്ങളുടെ പണത്തിന് ഒരു വലിയ ദൗത്യം നൽകുന്നു. പണം കയ്യിലെ അഴുക്കാണെന്നോ തിന്മയാണെന്നോ ഒക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ പണത്തിൻ്റെ ഊർജത്തെ പവിത്രമാക്കുന്നു. അല്പം ആഴത്തിൽ ചിന്തിക്കുക. ഒരു പാവപ്പെട്ട പച്ചക്കറിക്കാരന് നിങ്ങൾ 100 രൂപ നൽകുമ്പോൾ ആ 100 രൂപ
ആ പച്ചക്കറിക്കാരൻ്റെ കുട്ടിയുടെ സ്കൂൾ ഫീസായി മാറുന്നു. അതവൻ്റെ പ്രായമായ മാതാപിതാക്കൾക്കുള്ള മരുന്നായി മാറുന്നു. അവൻ്റെ വീട്ടിലെ ഭക്ഷണമായി മാറുന്നു. നിങ്ങൾ നൽകിയ പണം അപരിചിതനായ ഒരാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോകുന്നു. ഈ സേവന മനോഭാവം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനല്ല, പ്രപഞ്ചത്തിൻ്റെ ഒരു ദാതാവായി മാറുന്നു. കൊടുക്കുന്നവൻ്റെ കൈ എപ്പോഴും മുകളിലായിരിക്കുമെന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. അവസാന ഭാഗം ഇതാണ്: നിന്റെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ അടുത്തേക്ക് തിരികെ വരൂ. ഇതൊരു അപേക്ഷയല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ നൽകുന്ന നേരിട്ടുള്ള ഒരു കൽപ്പനയാണ്. വിതയ്ക്കുന്ന വിത്ത് തന്നെ പല മടങ്ങായി കൊയ്യുമെന്ന് ലോകത്തിലെ എല്ലാ വലിയ മതഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചിലവാക്കുന്നതും ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ അടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗതയ്ക്കുള്ള വിത്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്. നിങ്ങൾ നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ മികച്ച ആരോഗ്യത്തിനുള്ള വിത്താണ് നിങ്ങൾ വിതയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ടാകും, ഇന്ന് നമ്മൾ നോട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ UPI, ഫോൺ പേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ നിയമം ഡിജിറ്റൽ ലോകത്തും പ്രവർത്തിക്കും. 100% പ്രവർത്തിക്കും. ഊർജത്തിനൊരു പ്രത്യേക രൂപമില്ല. ഊർജം അദൃശ്യമാണ്. നിങ്ങൾ മൊബൈലിൽ പേ ബട്ടൺ അമർത്തുമ്പോഴോ നിങ്ങളുടെ പിൻ നൽകുമ്പോഴോ സ്ക്രീനിൽ ലോഡിംഗ് നടക്കുന്ന കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾ സ്ക്രീനിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് ഒരു വെളുത്ത പ്രാവിനെ തുറന്ന് ആകാശത്തിലേക്ക് പറത്തി വിടുന്നത് പോലെ കാണുക. ഇരട്ടിയായി തിരികെ വരൂ എന്നൊരു സന്ദേശം നിങ്ങൾ അതിൻ്റെ കാലിൽ കെട്ടിവെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ പേയ്മെന്റ് വിജയിച്ചു എന്ന പച്ച മെസ്സേജ് വരുമ്പോൾ ഉടൻ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക, തഥാസ്തു, ഇത് 100 ഇരട്ടിയായി എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും, നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? സുരക്ഷിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലത്തെയും തലമുറകളായി ദരിദ്രരാക്കി മാറ്റിയ പഴയ ദാരിദ്ര്യ പാറ്റേണിന്റെ പൈശാചിക ശബ്ദമാണത്. അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ ഇതൊരു കളി പോലെ എടുക്കുക. ഇതൊരു രസകരമായ ഗെയിമായി കണക്കാക്കുക. കളിയിൽ ഒരിക്കലും സമ്മർദ്ദമില്ല, വിനോദം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് സന്തോഷത്തിലാണ്, അല്ലാതെ ഭയത്തിലല്ല. ഇപ്പോൾ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇതാ എൻ്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി. ഇതിനെ 7 ദിവസത്തെ മണി ചാലഞ്ച് എന്ന് വിളിക്കുന്നു. അടുത്ത 7 ദിവസത്തേക്ക് അത് 1 രൂപയുടെ മിഠായിയോ 10 രൂപയുടെ ചായയോ 1000 രൂപയുടെ EMIയോ ആകട്ടെ, പണം നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ മാന്ത്രിക വാക്യം മാത്രം ഉപയോഗിക്കുക: നന്ദി എൻ്റെ സുഹൃത്തെ. പോകൂ, ഈ ലോകത്തെ ഹൃദയം തുറന്ന് സേവിക്കൂ. നിന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരൂ. ഓരോ തവണയും പറയുക, ഒരു തവണ പോലും മറക്കരുത്. 7 ദിവസത്തിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്ത് ലോകം മുഴുവൻ അറിയിക്കുക. ഈ മാന്ത്രിക വിദ്യ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ ശക്തിയോടെ എഴുതുക: എൻ്റെ പണം 100 മടങ്ങ് വർദ്ധിച്ച് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നു. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു ഉറപ്പുള്ള കരാറായി മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹൃദയപൂർവ്വം ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ഐക്കൺ തീർച്ചയായും അമർത്തുകയും ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ വീണ്ടും കാണും, പുതിയൊരു ഊർജത്തോടും പുതിയൊരു പ്രപഞ്ചശാസ്ത്രത്തോടും കൂടി. അതുവരെ നിങ്ങളെ തന്നെ നന്നായി നോക്കുക. നിങ്ങളുടെ പണം സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ലോകത്തൊഴുകാൻ അനുവദിക്കുക. നന്ദി. നിങ്ങളുടെ ജീവിതവും ബാങ്ക് ബാലൻസും എപ്പോഴും ഐശ്വര്യം കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ.